ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഗ്രിഗർ ജോൺ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. മെൻഡൽ ഇനീഷ്യലി കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് ബൈ കൺസിഡറിങ് എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ്. സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ്, അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്വഭാവങ്ങളുടെ സിംഗിൾ പെയർ എടുത്തിട്ടാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് എക്സ്പെരിമെൻറ്റ് നോക്കുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. മെൻഡൽ ആദ്യമായിട്ട് ചെയ്തത് സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തു. ദിസ് ഈസ് നോൺ ആസ് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുക. ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് considering the trait of the height is depicted in the illustration. Analyze it is based on indicators and form inferences. അതായത് കോൺട്രാസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡാർക്ക്നെസ്സിൻ്റെ കോൺട്രാസ്റ്റ്, അതായത് ഓപ്പോസിറ്റാണ് എന്ത്, ഡാർക്ക്നെസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ലൈറ്റ്നെസ്, ലൈറ്റ് ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതേപോലെ ടോൾ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡോർഫ് എന്ന് പറയുന്നത്. പിന്നെന്താണ് അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നത്? അപ്പം അത് നമുക്ക് ഇനി പീ പ്ലാനിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാരക്ടർ മാത്രം, അതായത് അറ്റ് എ ടൈം ഹൈറ്റാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രം, ഹൈറ്റ് മാത്രം എടുത്ത് ചെയ്യും. അതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെൻഡൽ എന്ത് ചെയ്തു? ടോൾ ആയിട്ടുള്ള ഒരു പ്ലാന്റും എടുത്തു, ഡോർഫ് ആയിട്ടുള്ള ഒരു പ്ലാന്റും എടുത്തു. ഇവർ തമ്മിൽ ക്രോസ് ചെയ്തു. മോണോ ഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി. മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയിട്ട് ഉണ്ടായി വന്ന പ്ലാന്റ് എന്തായിരുന്നു? ടോളാണ്. ഇത് ഫസ്റ്റ് ജനറേഷനാണ്, F1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടായ പയറിൻ്റെ കുട്ടി എന്ന് പറയുന്നത് ടോളായിട്ടുള്ള കുട്ടിയായിരുന്നു. ഇനി സെക്കൻഡ് ജനറേഷനിൽ നമുക്കുണ്ടായതോ ഏകദേശം 1064 പ്ലാന്റ്സ് ഉണ്ടായി. അതിൽ 787 എണ്ണം ടോളായിരുന്നു. എന്നാൽ ഉണ്ടായ കുട്ടികളിൽ ഡോർഫ് ആയിട്ടുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലായേ? ഈ ഡോർഫ് എന്നുള്ള ക്യാരക്ടർ എവിടെയോ ഇവിടെ എന്തായിട്ടുണ്ട്? ഈ ഡോർഫ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇവിടെ ഹിഡൻ ആയിട്ട് എവിടെയോ ഈ ടോൾ പ്ലാന്റിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഡോർഫ് ക്യാരക്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യം നോക്കാം. ഹി ഹൈപ്പോത്തിസിസ്ഡ് ദാറ്റ് ദർ മസ്റ്റ് ബി സർട്ടൈൻ ഫാക്ടേഴ്സ് വിത്തിൻ ദ സീഡ് ദാറ്റ് കൺട്രോൾ ട്രേറ്റ്സ്. അതായത് ഒരു സീഡിനകത്ത് അതിൻ്റെ സ്വഭാവം കൺട്രോൾ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, certain ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ടു ഫൈൻഡ് ഔട്ട് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൺ ടു ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റ്നെസ് ഈ സെൽഫ് പൊളിനേറ്റഡ് ദ പ്ലാന്റ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ടു പ്രൊഡ്യൂസ് എ സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്. അതായത് ഫസ്റ്റ് ജനറേഷനിലുണ്ടായ പയറിൻ്റെ കുട്ടിക്ക് ടോളായിട്ടുള്ള ക്യാരക്ടർ മാത്രം കണ്ടപ്പോൾ ഇതിൻ്റെ ഡോർഫ് എവിടെ പോയി എന്നറിയാൻ ഈ ടോൾ പ്ലാന്റിനെ ഇതുപോലെ തന്നെ വേറൊരു ടോൾ പ്ലാന്റിനെയും കൊണ്ട് എന്ത് ചെയ്തു? ക്രോസ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഇനിയാണ് നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, സെൽഫ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. സെൽഫ് പോളിനേറ്റഡ്, അതായത് ഇപ്പോൾ ഇതിൽ നിന്നുള്ള പൂമ്പൊടി വെച്ചിട്ട് തന്നെ ഇവിടെ വെച്ച്, അതിനാണ് സെൽഫ് പോളിനേഷൻ. വേറെ പ്ലാന്റിൻ്റെ ആവശ്യമൊന്നുമില്ല, വേറെ സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളുണ്ടാക്കി. 1064 കുട്ടികളുണ്ടായപ്പോൾ പയറിൻ്റെ കുട്ടിയിൽ 787 ടോളായിട്ടുള്ള പയർ കുട്ടികളായിരുന്നു, 277 ഡോർഫായിട്ടുള്ള പയർ കുട്ടികളായിരുന്നു. അപ്പോൾ ഈ ഡോർഫ്നെസ് എവിടെ നിന്നോ കയറി വന്നില്ലേ? അതാണ് മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ കാണുന്നത്. ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് നോക്കുന്നത്. ദ ക്യാരക്ടേഴ്സ് കൺസിഡേഴ്സ് ആൻഡ് ദെയർ ട്രേറ്റ്സ്, ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് പോളിനേഷൻ ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അതായത് ഏതാണ് നമ്മൾ ക്യാരക്ടർ എടുത്തത്? ഹൈറ്റ് ആയിരുന്നില്ലേ? ഹൈറ്റ് എടുത്തു. ദ ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ട്രൈറ്റ്. ഡോമിനൻ്റ് ആൻഡ് റെസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് ഡോമിനൻ്റ് ട്രൈറ്റ് എന്ന് പറയുക. റെസസീവ് ട്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ആയി കിടന്ന ട്രൈറ്റ്. ഈ കേസിൽ ഇവിടെ വിസിബിൾ ആയിട്ടുള്ള ഡോമിനൻ്റ് ട്രൈറ്റ് എന്തായിരുന്നു? ടോൾ എന്നുള്ളതായിരുന്നു. ഇവിടെ ഹിഡൻ ആയിട്ട് കിടന്ന റെസസീവ് ട്രൈറ്റ് എന്തായിരുന്നു? ഡോർഫ് എന്നുള്ളതായിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്? ഹിഡൻ അല്ലെങ്കിൽ റെസസീവ് ക്യാരക്ടറിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയത്. ട്രൈറ്റ്സ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ, സെൽഫ് പോളിനേറ്റഡ് ആയിട്ടുള്ളതിനെയാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. വൈൽ കണ്ടക്ടിങ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് based on the contrasting traits of 6 other characteristics in pea plants, Mendel obtained a result similar to the first experiment. Total 7 traits ആണ് മെൻ്റൽ എടുത്തുള്ളത്. അതായത് ഈ
പീപ്പിൾ അതിൻ്റെ ഹൈറ്റ് പോലെ തന്നെ വേറെ 6 ക്യാരക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം റിസൾട്ടാണ് ബാക്കിയുള്ള 6 ക്യാരക്ടർ വെച്ചിട്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോഴുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്